ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുൻപ് എന്ന് പറഞ്ഞാൽ ഒരു 2 വീക്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതായത് അതിനൊരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കറക്റ്റായിട്ടില്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. സോ നമുക്കിന്ന് അൺബോക്സിങ് വീഡിയോ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ അൺബോക്സ് ചെയ്യാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നോർമലി ഇപ്പോൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിലും അതുപോലെ തന്നെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റാൻഡാണിത്. ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. സൺസൺ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈയിടെയായിട്ട് മൂപ്പർ ഓർഡർ ചെയ്യുന്ന ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഞാൻ വന്നിട്ട് അൺബോക്സ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു കണ്ടൻറ് ആവുകയും ചെയ്യും, കാണുന്നവർക്ക് വല്ല ഇൻഫർമേഷനും കിട്ടുകയാണെങ്കിൽ അതിലൊരു കാര്യമില്ലേ. മൂപ്പരാണെന്നുണ്ടെങ്കിലോ ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാനുണ്ടാകും. സോ നമ്മളിതിലെ ഓരോ ഐറ്റംസും എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്കിങ്ങനത്തെ തലപുകഞ്ഞ പരിപാടികൾ ചെയ്യാൻ വലിയ താല്പര്യമില്ലെങ്കിലും കണ്ടിരിക്കാൻ കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. സണ്ണിച്ചനാണെങ്കിലോ നേരെ ഓപ്പോസിറ്റാണ്. ഒരു വിധത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് തലപുകഞ്ഞ പരിപാടികളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ പല പല തലപുകഞ്ഞ പരിപാടികളും ചെയ്യുന്നത് ആൾ തന്നെയാണ്. വെറും തലപുകഞ്ഞ പരിപാടി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഒഴിവാക്കി വിട്ട പല കേസും മൂപ്പരാൾ ഏറ്റെടുത്ത് നടത്തും ഗൈസ്. അതാണ് സണ്ണിച്ചൻ. ഈ കാണുന്നത് നമ്മളെ സ്റ്റാൻഡിൻ്റെ ലെഗ് പോർഷനാണ് കേട്ടോ. ഈ ലെഗ് പാർട്ടിൻ്റെ മുകളിലായിട്ട് 4 വീൽസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിനെ നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അർഹു ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം അവൾ എണീറ്റ് കഴിഞ്ഞാൽ ഇതിനൊന്നും സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഇത്രയും ലെങ്തി ആയിട്ടൊരു വീഡിയോ എനിക്ക് എടുക്കാനും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന സമയത്ത് മാക്സിമം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഹെഡ് പോർഷൻ വരുന്നത്. പ്രീ ലാമിനേറ്റഡ് ആയിട്ടുള്ള ബോർഡാണ് വരുന്നത്. ഇപ്പോൾ സഞ്ചം പൊളിച്ചുകൊണ്ടിരിക്കുന്ന പാക്കറ്റിലാണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ വീൽസ് വരുന്നത്. 4 വീൽസാണ് ഉള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ അസംബിൾ ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ പേപ്പർ കിട്ടിയ സമയത്ത് ഞാനത് ചെക്ക് ചെയ്യായിരുന്നു. കാരണം അത് നോക്കി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സഞ്ചൻ അത് മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാൻഡിൻ്റെ എല്ലാ എലമെൻസും ചെക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ. കാരണം സഞ്ചൻ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും സെറ്റായിട്ടുള്ള എല്ലാം അത്രയും ക്ലിയർ ആയിട്ടേ ചെയ്യത്തുള്ളൂ. Ito ba niya?
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. ഫ്രണ്ടിലെ 2 വീല് ലോക്ക് വരുന്ന ടൈപ്പാണ്, ബാക്കത്തെ 2 വീൽസിന് ലോക്ക് ഇല്ലാത്തതാണ്. അങ്ങനെ നമ്മളെ ലാപ്പിൻ്റെ സ്പീക്കേഴ്സും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തപ്പോൾ ഒന്ന് വൃത്തിയായതുപോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മളിത് നോർമലി നമ്മുടെ ലാപ്പ് ഒന്നെങ്കിൽ കബേർഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കട്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് സ്വതവേ ലാപ്പ് ഉണ്ടാവാറ്. പക്ഷെ ലാപ്പ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചപ്പോൾ കുറച്ചുകൂടി സെറ്റായ പോലെ തോന്നുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നോർമലി ഞാനൊക്കെ ലാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒന്നെങ്കിൽ ബെഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിലൊക്കെ പിടിച്ചിരുന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കംഫർട്ട് കിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ സെറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു. സോ